ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കണ്ണൂർ തെയ്യത്തിൻ്റെ കാലമാണ്. അപ്പോൾ കണ്ണൂർ ഫേമസ് ഒരു ക്ഷേത്രമുണ്ട് തെയ്യങ്ങളെ എല്ലാവർക്കും അറിയായിരിക്കും, അണ്ടല്ലൂർ കാവ്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് അണ്ടല്ലൂർ കാവിലേക്ക് പോക്കാണ്. അപ്പോൾ അണ്ടല്ലൂർ കാവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയാൻ കാരണം മീറ്റ് മിറി അവരുടെ സ്ഥലമാണ് അണ്ടല്ലൂർ. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മളെ യാത്ര. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. കണ്ണൂരുകാരി ആണെങ്കിലും ഞാൻ ഇത്രയും കൊല്ലമായിട്ട് അവിടെ പോയിട്ടില്ല. കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഉത്സവത്തിൻ്റെ സമയത്തൊന്നും ഹസ്ബൻഡ് നാട്ടിലുണ്ടാകാറില്ല, അപ്പോൾ പോകാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് അടുത്ത വീട്ടിൽ നിന്ന് അവരെല്ലാം പോകുന്നത് അവരപ്പുറം പോയതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഓളെ ഏട്ടൻ്റെ ഭാര്യേൻ്റെ വീട് അണ്ടല്ലൂർ. അപ്പോൾ അവരെ വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയപാട് ചേച്ചി വന്നു വത്തക്കൊക്കെ മുറിച്ച് നല്ല ചൂടത്തായിരുന്നു. നമ്മൾ രാവിലെ പോയത്, അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫേമസ് ഇതാണ്. അവിടെ ഈ അണ്ടല്ലൂർ ഉത്സവമായ സമയത്ത് പ്രധാനമായിട്ടുള്ളൊരു ഭക്ഷണ രീതി ഉണ്ട്. ആരെങ്കിലും വിരുന്ന് വന്നാലോ അവിടെ ബേക്കറീസ് ഒന്നും അലൗഡ് അല്ലാന്ന് തോന്നും. പിന്നെ അവിടെ 10 ദിവസം വ്രതം എടുക്കുന്നൊരു ചടങ്ങാറ്റുണ്ട്. അവിടെ എന്തോ കുത്തിയോട്ടം അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട് ആണുങ്ങൾക്ക്. അപ്പോൾ വീടുകളിൽ ഭയങ്കര എന്താ പറയണ്ടേ, നോൺ വെജ് ഒന്നും ആ പരിസരത്തെ നോൺ വെജ് വെക്കില്ല. അപ്പം അവിടെ വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കുന്ന ഭക്ഷണം നിങ്ങൾ മീറ്റ് മേറീൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഞാനും അങ്ങനെ ആ വീഡിയോസ് കണ്ടതേ ഉള്ളൂ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു. കണ്ടോ, ആദ്യം അവിലും അതിൻ്റെ അകത്തേക്ക് മലരും കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും പഴവും കൂട്ടിയിട്ട് കുഴക്കുക വേണ്ടത്. അപ്പോൾ നമുക്ക് പോയപാട് ചേച്ചി വത്തക്കൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഡിഷ് തന്നു. അപ്പോൾ അവിടെ വരുന്ന എല്ലാവർക്കും ഇതാണ് കൊടുക്കാറ് പോലും. വളരെ വ്യത്യസ്തമായ ആചാരങ്ങളാണ്. അവിടെ നിന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് തോന്നും കേൾക്കാൻ കേട്ടോ. കണ്ടോ, ഞാനപ്പോൾ ആദ്യം അവിൽ എടുത്തു, അതിന് ശേഷം മലരെടുത്തു അതിന് ശേഷം അവിലെടുത്തു. അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടു, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു. ചിലപ്പോൾ അവിലൊന്നും തേങ്ങയൊന്നും കുഴച്ച് തിന്നാത്തവരുണ്ടാവും. പക്ഷേ ഇതൊരു അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പഴം എടുത്തിട്ട് കുഴച്ച് തിന്നും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നന്നായി നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ മോനാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് ഇതൊക്കെ വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മോൻ പറഞ്ഞ അമ്മ ചെയ്തു, ഞാൻ വീഡിയോ എടുത്തുതരാം. അപ്പോൾ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. അവിലും പഴവും തേങ്ങയെല്ലാം കുഴച്ച് തിന്നിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ പുറം മലരും കൂടെ വരുമ്പം ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന ആചാരങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയി തോന്നുന്നു. ഈ നാട്ടിൽ അണ്ടല്ലൂർ ദേശം മുഴുവൻ എന്താ പറയുക, അണ്ടല്ലൂർ ഉത്സവം 10 ദിവസം മുന്നേ ആണ് തോന്നുന്നു വ്രതം എടുക്കും. അതായത് ഈ ഭാഗത്ത് മീനൊന്നും ആരും കൊണ്ടുവരില്ല. അപ്പോൾ മീൻകാർ വരെ ഈ ഭാഗത്ത് വരില്ല ഈ 10 ദിവസം. എല്ലാ വീട്ടിലും വെജിറ്റേറിയൻ മാത്രമായിരിക്കും, നോൺ വെജ് ആരും ഉപയോഗിക്കില്ല. പിന്നെയെന്ന് വെച്ചാൽ എല്ലാ വീടുകളും പുത്തൻ വീടുകൾ പോലെ, അതായത് കല്യാണ വീടൊക്കെ പോലെ ഫുൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ എല്ലാ കൊല്ലം ഉത്സവത്തിന് സമയമാകുമ്പോൾ എല്ലാ വീടുകളും പെയിൻ്റ് അടിച്ച് മൊത്തം അകവും മുറ്റമൊക്കെ വൃത്തിയാക്കി കച്ചറകളൊക്കെ കത്തിച്ച് കളഞ്ഞ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെക്കണം. പിന്നെ പാത്രങ്ങളൊക്കെ പുതിയത് ഉപയോഗിക്കണം പോലും. അപ്പോൾ ഞാനിതാ തിന്നലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പാത്രങ്ങൾ നമ്മളിപ്പോൾ ആ 10 ദിവസം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പോലും പുതിയതായി വാങ്ങിക്കണം എന്നാ പോലും പണ്ടത്തെ അവരെന്താ പറയുക ആചാരം. അപ്പോൾ പിന്നെ ഈ ഭക്ഷണം വെക്കുന്ന സാധനങ്ങൾ ഇപ്പം നമ്മൾ പഞ്ചസാരയെല്ലാം ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഉത്സവ സീസണിൽ 10 ദിവസമാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഉപയോഗിച്ച പഞ്ചസാര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അരി അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാം ഈ 10 ദിവസത്തേക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിക്കണം പോലും. അതായത് ഈ മുന്നേ വെച്ച ബാക്കിയുള്ള അരികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പുതിയതായിട്ട് ആദ്യം വാങ്ങിച്ചിട്ട് വേണം പോലും ഇതൊക്കെ വെക്കുമെല്ലാം വേണ്ടത്. എല്ലാ സാധനങ്ങളും അങ്ങനെ പുതിയ ഡ്രസ്സ്, അതായത് പുതിയ ഡ്രസ്സ് എന്ന് വെച്ചാൽ ഫുൾ ഡ്രസ്സ്, നമ്മൾ ഇന്നവേഴ്സ് വരെ പുതിയത് വെക്കുന്ന അവർ പറയും വെക്കുന്ന ചൊട്ട വരെ പുതിയതാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയാറ് പണ്ട്. പിന്നെ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് അടിച്ചു വാരിയെല്ലാം ഇതാക്കി കഴിഞ്ഞാൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ നിലം തുടക്കാനൊന്നും പാടില്ല ഒരു വെള്ളം വെച്ചിട്ട്. അങ്ങനെയൊക്കെ പിന്നെ അവിടെയൊന്നും കത്തിക്കാനും, അതായത് വേസ്റ്റ് ഒന്നും കത്തിക്കാനും അങ്ങനെയൊന്നും പാടില്ല പോലും.
അപ്പോൾ ഇത് അണ്ടല്ലൂർ താഴേക്കാവ് എന്നാണ് തോന്നുന്നു ഇവിടെ പറയാം. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ, കുറച്ച് വള്ളിക്കാടുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് നമ്മളൊപ്പരം വന്ന് ഓൺ ക്യാമറയൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസെല്ലാം എടുത്ത് ക്യാമറ കിട്ടിയാൽ നമ്മൾ വിടൂലല്ലോ. പിന്നെ രാത്രിയുടെ എന്തോ ഒരു പരിപാടിയുണ്ട്. അതായത് ആൺകുട്ടികൾ വൈറ്റ് ബനിയൻ, നമ്മൾ ഉള്ളിലിടുന്ന വൈറ്റ് ബനിയനും വെള്ളം മുണ്ടും ഇട്ടിട്ട് ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും എന്തോ ഓടുന്നൊക്കെ ഇതുണ്ട് കേട്ടോ. എന്താണ് അതൊന്നും എനിക്കറിയില്ല. കുത്തിയോട്ട് എന്താ പറയുക, മേലെ റൂടുമല്ല അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ കാവിലേക്ക് പോകാമെന്ന്. അപ്പോൾ താഴേക്കാവ് മേലേക്കാവ് അങ്ങനെ എന്തോ ഉണ്ടെന്നു. അപ്പോൾ വഴിയരികൾ ഫുൾ ഇങ്ങനെ എന്താ പറയണ്ടേ, ബംഗാളീസൊക്കെ വന്നിട്ട് ഇങ്ങനെ പല സാധനങ്ങളും വിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ കമ്മലിൻ്റെ, എങ്ങ് നോക്കിയാലും കമ്മലിൻ്റെ ആൾക്കാരാണ് ഏറ്റവും അധികം. കമ്മലും മോതിരം, പാസരം, വള, ബലൂൺസ്, കമ്മലാണ് ഏറ്റവും കൂടുതൽ അധികം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് മേലേക്കാവാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഇപ്പോഴൊക്കെ ബജികളും അങ്ങനെയെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഉച്ച സമയത്താണ് പോയത്, ഒരു 12 മണി സമയത്താണ് പോയത്, ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ രാത്രിയാണ് പോലും കാണേണ്ടത്. എന്തോ വലിയ എന്താ പറയണ്ട മരത്തിൻ ചില്ലകളിൽ എന്തോ എന്താ പറയണ്ട ഈ തീ കത്തിക്കുന്ന അങ്ങനെ എന്തോ ഉണ്ട്, പന്തം വെച്ചിട്ട് അങ്ങനെ കത്തിക്കുന്ന, അങ്ങനെ എടുത്ത് നടക്കൽ എന്തൊക്കെയോ ഉണ്ട് പോലും. രാത്രിയെ പോലും കാണണ്ട. പിന്നെ ഫെയർ പോലത്തെ മറ്റേ ഇതൊക്കെയുണ്ട്, മാലകളെല്ലാം കണ്ട. ഈ കമ്മലിനൊക്കെ 30-40, മാലകൾക്ക് 50-80 അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ പോയൊരു 2-3 തെയ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. തെയ്യത്തിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് പിന്നെ അവിടെയുള്ള ചേച്ചി ഉച്ചക്ക് നമ്മളെ കൂടെ വന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ പോയതാണ്. അപ്പം നമുക്ക് ഇത് ഏതെല്ലാം തെയ്യമൊന്നും അറിയില്ല. നമ്മൾ പിന്നെ ആരോട് ചോദിച്ചില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ശനിയാഴ്ച രാത്രി അത്രക്ക് തിരക്കായിരുന്നു, ആളുകൾക്ക് നീങ്ങാൻ വരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രക്ക് തിരക്കാണ്. ഇപ്പോൾ 5-6 ദിവസത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു കാവിൽ. പിന്നെ രാത്രി ഞാൻ മനസ്സിലായി ആണുങ്ങളെന്തോ ഇതുണ്ട്, മേലേറ് കൂടുതൽ അങ്ങനെ എന്തോ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര തിരക്കാണ് പോലും, തിക്കും തിരക്കുമാണ്. കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് പോയാൽ കൈവിട്ട കാണൂല എന്ന് അത്രക്ക് തിരക്കായിരുന്നു. പക്ഷേ ഞായറാഴ്ച തിരക്കാണ്, നല്ല തിരക്കാണ്. പക്ഷേങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ നന്നായിട്ട് മുറുക്ക പിടിച്ചിരുന്നു, പേടിയായിരുന്നു. അപ്പോൾ അവിടുത്തെ തെയ്യങ്ങളൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ തെയ്യങ്ങൾക്ക് പൈസ കൊടുക്കുമ്പോൾ എന്നാൽ ഭാവിയൊക്കെ അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇവിടുത്തെ തെയ്യങ്ങൾ അങ്ങനെയൊന്നും പറയില്ല. കാരണം പറയുന്നത് അത്രയാളെ പറയും, അത്രക്ക് തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറലാണ്. അപ്പുറത്തെ സൈഡിലേക്ക് കൂടിയാണ് തോന്നുന്നു കയറേണ്ടത്. പക്ഷേങ്കിൽ തിരക്ക് കാരണം നമ്മൾ കിട്ടിയ വഴിയിലേക്ക് കൂടിയൊക്കെ കയറി. അപ്പോൾ അവിടെ കുറേ എന്താ പറയണ്ട ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ പോകേണ്ടതൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ 3-4 ആൾ ഇങ്ങനെ പോയത്. അപ്പം നമ്മളിങ്ങനെ വെയിലാണ്, നല്ല വെയിലാണ്. അപ്പം നമ്മളിങ്ങനെ ഫോണിൽ നോക്കിയിട്ട് പറയല അവിടെ ഇങ്ങനെയുണ്ട്, ഇവിടെ അങ്ങനെയുണ്ട്, നല്ല കലകളുണ്ട് എന്നെല്ലാം പറയുന്നതാണ്. അപ്പോൾ ഇതാ പുതിയൊരു ഫോട്ടോഗ്രാഫർ കിട്ടി, മോഡലിനെയും കിട്ടി. എന്താണ് എടുക്കുന്നതെന്ന് അറിയില്ല, എടുത്ത ഫോട്ടോസെല്ലാം ഇങ്ങനെ കിട്ടിയിട്ടൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അസിസ്റ്റൻ്റായിട്ട് ആളും പോയിട്ടുണ്ട്. അപ്പോൾ അതാ ഫോട്ടോഗ്രാഫറും അസിസ്റ്റൻറ്റും കൂടെ നല്ല മോഡൽസിനെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തരോ ആവോ. അപ്പം നമ്മൾ കാവിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്യുമെന്ന്. കാവിൻ്റെ ഉള്ളിലേക്ക് എന്നല്ല, അവിടെ കുറേ ഇതുണ്ട്. അപ്പം നമ്മൾ മെയിൻ ഇപ്പുറത്തേക്ക് എൻ്റർ ചെയ്യുമെന്ന്. അവിടെ ഒരു തെയ്യം ഉണ്ട്, അതിന് ചുറ്റും ആൾക്കാരുണ്ട്. പിന്നെ ഉച്ചക്ക് 3 മണിക്കാറ്റം ബാലി സുഗ്രീവ യുദ്ധമാറ്റമുണ്ട്. അപ്പം നമുക്ക് പിന്നെ അത് കാണാൻ പറ്റിയില്ല. നമുക്ക് 3 മണിക്ക് തിരിച്ചെത്തേണ്ടി ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് കാണാൻ തോന്നിയില്ല. അപ്പോൾ ആ തെയ്യത്തിന് ചുറ്റും മുന്നിൽ മൊത്തം ആൾക്കാരാണ്. പിന്നെ എന്തോ അന്നേരം അവിടെ എന്തോ ചടങ്ങ് നടക്കുന്നുണ്ട് കേട്ടോ. ആ തെയ്യത്തിൻ്റെ മുഖമൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പം എന്തോ കോമരാണെന്ന് തോന്നുന്നു. അവരൊക്കെ ഇങ്ങനെ തേരൊക്കെ എന്തോ എഴുന്നള്ളിച്ച് പോകുന്നുണ്ടായിരുന്നു. ചെണ്ടയെല്ലാം മുട്ടിയിട്ട് എന്താ സംഭവം എന്നറിയില്ല. ചോദിക്കാനും ആരെയും പറ്റിയിട്ടില്ല, ആരോട് ചോദിക്കാൻ പറ്റിയില്ല. അവ കഴിയുന്നേ നോക്കി. കാരണം തെയ്യത്തിൻ്റെ മുഖം ഇങ്ങനെ കിട്ടുന്നുള്ളൂ, കാരണം അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് മോൻ്റെ കയ്യിലെല്ലാം ഫോൺ. അപ്പോൾ മോൻ്റെ കയ്യിൽ നിന്ന് ആരൊക്കെ ഫോൺ തട്ടിയിട്ട് താഴെ വീഴാന്നൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ കണ്ടോ ഇങ്ങനെ അത് കണ്ടോ കുട കൊണ്ടായി ഇങ്ങനെ പോകുന്ന, കുടയല്ല തുണീനെ കൊണ്ട് എന്തോ സംഭവം, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തോ ചടങ്ങ് നടക്കുന്നുണ്ട്. അവരപ്പോൾ കാവ് ചുറ്റുന്ന ചടങ്ങാണ് കണ്ടോ, വിളക്കെല്ലാം വെച്ചിട്ട്. ഇതെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ, ഒരു ഐഡിയ ഇല്ല, ആദ്യമായിട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ഒരു സായിപ്പുണ്ടായിരുന്നു അവിടെ. അപ്പം ഇവരിങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ ചുറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തെയ്യത്തിന് മുന്നിൽ നിന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മുൻഭാഗമൊക്കെ കാണാമെന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്തെ സൈഡൊക്കെ പോയി. പക്ഷേ പിന്നെ അവിടെയൊക്കെ ആളായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ ഒന്ന് ചിലവഴിച്ചിട്ട് നമ്മൾ പിന്നെ താഴെ കുറേ തെയ്യങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നല്ലാതെ തുള്ളുന്നൊന്നുമില്ല. അപ്പോൾ തെയ്യം തുള്ളണ്ടിക്കൽ 3 മണിയാഴ്ച സമയമാവും. അപ്പോൾ നമുക്ക് നിൽക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു.
വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരിച്ചു. അപ്പോൾ ചേച്ചി അവിടെ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ്, കറി, അവിയൽ, കൂട്ടുകറി അങ്ങനെ ആക്കി വെച്ച് നല്ല വിഭവസമൃദ്ധമായ സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ചേച്ചി എന്ന് പറയുന്നത് ചേച്ചീൻ്റെ പേര് സഗുണ എന്നാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഒരു ഡാൻസ് ടീച്ചറും കൂടിയാണ്. അവിടെ താഴേക്കാവ് ഡാൻസ് സ്കൂളുണ്ട്. അപ്പോൾ ടീച്ചർ ചേച്ചി പഠിപ്പിക്കുന്നതും കൂടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു ചുറ്റൽ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ പോയി. പിന്നെ താഴെ കുറേ കമ്മലൊക്കെ കണ്ടിരുന്നല്ലോ. നമുക്ക് പിന്നെ പെണ്ണുങ്ങൾക്ക് ഒരു പൊതുവേ ഒരു സ്വഭാവമില്ല, കമ്മൽ മാലയൊക്കെ കണ്ട പിന്നെ ക്ഷമയുണ്ടാവില്ല. അപ്പം നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഇവിടെ കുറച്ച് സമയം നിന്നപാട് നേരെ വിട്ടത് അങ്ങോട്ടേക്കാം. അപ്പം ഇവിടെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മളത് കുറച്ച് സമയം അത് കണ്ടു. അത് കഴിയുന്നവരെ നമ്മളവിടെ നിന്ന് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വന്നത്. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, ഭയങ്കര ഇതാണ്. പക്ഷെ രാത്രിയാവും ഏറ്റവും കൂടുതൽ വരേണ്ടത്. നല്ല പിന്നെ അവിടെ ഫെയറിലുണ്ടാകുന്ന മറ്റേ റൈഡുകളെല്ലാം ഉണ്ട്, ആകാശത്തൊട്ടിലും അങ്ങനെ ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലൈറ്റൊക്കെ കൊണ്ട് രാത്രി ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറ്റില്ലേ എന്തോ ആൺകുട്ടികളെ എന്തോ ഇതുണ്ട് മേലേകൂടെ അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. എനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അണ്ടല്ലൂർ വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എനിക്കറിയാത്തതുകൊണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം അടുത്ത മാലയിലും കളക്ഷൻ. ആ മാലക്കെല്ലാം 80 രൂപയിലുള്ള 80, 50. അപ്പോൾ നമ്മൾ കുറേ മാലയും കമ്മലൊക്കെ വാങ്ങിച്ചു. പിന്നെ കുട്ടികളെ കൂട്ടിയിട്ട് പോയതല്ലേ, അവർക്ക് വേണ്ടുന്ന കുറേ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കുറച്ച് സ്പെൻഡായി. അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മൾ കിട്ടാവുന്ന എല്ലാ കടയിലും കയറി. പക്ഷേ വലിയ പൈസയൊന്നും ചിലവായിട്ടില്ല, അധികം ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാ കടകളും കയറി ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു ചേച്ചീൻ്റെ വീട്ടിലേക്ക് നടന്നു. കണ്ടോ, മക്കൾക്ക് ഒപ്പരം പോയി വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോകാൻ എന്താ കാറ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ ചേച്ചി എന്നോട് ഭക്ഷണമൊക്കെ കഴിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ കാറിൽ കയറി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇത് ആ ക്യാമറയിലെടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.